റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. റേസ് ടു സക്സസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് ഏവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ ഇന്ന് നമുക്കൊരു വിശിഷ്ട അതിഥിയുണ്ട്. പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ലാത്ത ഒരു അതിഥിയാണ്, എങ്കിലും ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഡോക്ടർ PR ശ്രീ മഹാദേവൻ പിള്ള സാറാണ് നമ്മളോടൊപ്പം. സോ വെൽക്കം. നമസ്കാരം സർ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ചാണല്ലേ? അതെ, ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ചാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർത്തമാനം. അതെ അതെ, ഇപ്പം ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുമ്പം എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ആളുകളാണ്, ഓൺലൈൻ ഷോപ്പിംഗ് മാത്രം ചെയ്യുന്ന ആളുകളാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാല്ലേ സർ? എന്താണ് ഈ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ ചരിത്രം? അതിനു മുമ്പ് എനിക്കൊരു സംശയം നിർദ്ദിച്ചോട്ടെ. ഞാനിങ്ങനെ കാണുന്നവരോടൊക്കെ പല പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണല്ലോ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ഒരു മാസത്തെ വർഷയുടെ വരുമാനത്തിൽ ഒരു മാസത്തെ എത്ര ശതമാനം ഓൺലൈൻ ഷോപ്പിങ്ങിന് ചെലവാക്കാറുണ്ട്? ഒരു 3% or 4%. അത്രേ ഉള്ളൂ അല്ലേ? അപ്പം ഞാൻ അതിൽ കൂടുതൽ ചിലവാക്കുന്നതാണ്. ഞാൻ നല്ലൊരു പങ്ക് ഷോപ്പിംഗ് ഓൺലൈനിൽ ചെയ്യുന്ന ആളാണ്. അപ്പം ഓൺലൈൻ ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈൻ ഷോപ്പിംഗ് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷേ ഈ കോവിഡ് കാലത്ത് അത് ഭയങ്കര ശക്തമായി. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആദ്യമായിട്ട് തുടങ്ങിയ ആമസോൺ മുതലായ കമ്പനികളൊക്കെ ചെറിയ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പ് തന്നെ അവർ ഇപ്പോൾ ആമസോണ് പുസ്തകങ്ങൾ, എൻ്റെ 2 പുസ്തകങ്ങൾ ആമസോണിലുണ്ട്, ഓൺലൈനാണ്. എന്നുവെച്ചാൽ അത് ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും അത് പ്രിസ്ക്രൈബ് ചെയ്യാം. അവരത് ഒന്നും സോഫ്റ്റ് കോപ്പി കൊടുക്കും, പ്രിൻ്റ് വേണമെന്ന് പറഞ്ഞാൽ പ്രിൻ്റ് എത്തിച്ചു കൊടുക്കും. അത് മുന്നേ തൊട്ടുണ്ട്, അത് 8-10 കൊല്ലമായിട്ടുള്ളതാണ്. മറിച്ച് ഈ കോവിഡ് പീരീഡ് വന്നപ്പോഴത്തേക്ക് ഇത് പല മടങ്ങ് വർദ്ധിച്ചു. ഓൺലൈൻ, എല്ലാം ഓൺലൈനായി. ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട്ട് തന്നെ ഒരു കൂട്ടരൊരു ചെറിയ കമ്പനി തുടങ്ങിയിരുന്നു. ഇപ്പോൾ അത് നിലവിലില്ല. ആ കമ്പനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിളിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നമ്മുടെ വീട്ടിലെത്തിക്കും. അതും ഒരു ലോക്കലൈസ്ഡ് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലോകത്തുള്ള ഏത് ഉൽപ്പന്നവും നമുക്ക് ഓൺലൈനിൽ പ്രിസ്ക്രൈബ് ചെയ്യാം. ഓൺലൈനിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലെത്തും. അതിൽ വില കൂടിയ ഐറ്റംസ് ആണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ എത്തിയെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അവർക്കൊരു 1 ടൈം പാസ്വേഡ് OTP അവരയക്കും. അത് നമ്മുടെ ഫോണിൽ ആ OTP കിട്ടി അത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് ആ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു സേഫർ സിസ്റ്റമായിട്ട് മാറിക്കഴിഞ്ഞു. അത് ചില്ലറയൊന്നുമല്ല. ഇപ്പോൾ വന്ന് ഏകദേശം 16% ഇന്ത്യയിൽ നടക്കുന്ന കച്ചവടം ഓൺലൈനായി മാറിക്കഴിഞ്ഞു. അതാ ഞാൻ ചോദിച്ച വർഷം എത്ര ശതമാനം വാങ്ങിക്കുന്നത്? വർഷം 3% ഉള്ളൂ, പോരാ, ഇനി കൂടാനുണ്ട്. ഞാൻ ഏകദേശം ഒരു 30% ഷോപ്പിംഗ് ഓൺലൈനിൽ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1000 രൂപയുടെ സാധനം വാങ്ങിക്കണമെങ്കിൽ 300 രൂപ, അതിലും കൂടുതലുണ്ടാവും, 30-നും മുകളിലുണ്ടാവും. ചില ബൾക്ക് പർച്ചേസൊക്കെ, ഇപ്പോൾ ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വില കൂടിയ സാധനങ്ങളൊക്കെ, എന്തിന്, കുട്ടികൾക്കുള്ള വില കൂടിയ ടോയ്സ് ഉൾപ്പെടെ ഓൺലൈന് വാങ്ങാൻ കഴിയും. ഇപ്പം ഞാൻ പല മരുന്നുകളും ഓൺലൈന് വാങ്ങിക്കുന്നുണ്ട്. കാരണം ഓഫ്ലൈൻ വാങ്ങിക്കുന്നതിനേക്കാൾ വളരെ ലാഭമുണ്ട്. അതിൻ്റെ കണക്കുകളിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഈ ദശാബ്ദത്തിൻ്റെ അവസാനത്തോടു കൂടി ഇന്ത്യയിലെ ഓൺലൈൻ ഷോപ്പിംഗ് 3.25 ലക്ഷം കോടി രൂപ വരുമെന്നാണ് പറയുന്നത്. ചില്ലറയൊന്നുമല്ല. അപ്പോൾ ഈ 3.25 ലക്ഷം കോടി രൂപയിൽ നല്ലൊരു പങ്ക് ഇതിലെ മേജർ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അങ്ങനെയൊക്കെയുള്ള കമ്പനികളിലേക്ക് പോകും. അപ്പോൾ അവരുടെ ലാഭം ഒന്ന് ആലോചിച്ച് നോക്കും. ഇനി വാങ്ങുന്നവന് വലിയ ലാഭമാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ് നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 100 രൂപ കൊടുക്കണമെങ്കിൽ ഓൺലൈനിൽ അതിന് 70 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഒരെണ്ണം മാത്രമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെലിവറി ചാർജ് വരും. അപ്പോൾ 2-3 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ടൂത്ത് പേസ്റ്റ് കേടാവില്ലല്ലോ. 2-3 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 30% സേവിങ് ഉണ്ടാവും. ഇനി അവരുടെ ലാഭമോ, അത് മോശമൊന്നുമില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും ഓൺലൈൻകാർക്ക് എന്താ ഇത്ര ലാഭം കിട്ടുന്നത്. ശരാശരി ആഗോള അടിസ്ഥാനത്തിൽ ഓൺലൈൻകാരുടെ ലാഭം ഏകദേശം 20%. അത് 30% വരെ ഭാവിയിൽ എത്തിയേക്കാവുന്നതാണ് അവർ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 1 കോടി രൂപയുടെ കച്ചവടം ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഏജൻസി ചെയ്ത് കഴിയുമ്പോൾ 20 ലക്ഷം രൂപ അവർക്ക് ലാഭം കിട്ടും. മോശമല്ല. ഇനി ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ കച്ചവടം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഗാർമെന്റ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആണ്. ലോകത്താകമാനം 60% മേലെ ഓൺലൈൻ സെയിൽസ് ഇതാണത്രേ. വസ്ത്രങ്ങൾ എന്തെങ്കിലും വാങ്ങാറുണ്ടോ ഓൺലൈനിൽ? കോസ്മെറ്റിക്സ് വാങ്ങാറുണ്ട്. അപ്പം വർഷം വാങ്ങുന്ന മിക്കവാറും അത് തന്നെയായിരിക്കും. അതെ, വാങ്ങുന്ന മുഴുവൻ ഓൺലൈനാണ്, പക്ഷെ വാങ്ങാറ് കുറവാണേ ഉള്ളൂ. പക്ഷേ ഈ ഗാർമെന്റ് വാങ്ങിക്കുന്നതിനെ സംബന്ധിച്ച് ഈ ഫ്ലെക്സിബിൾ ഗാർമെന്റ്സ് വാങ്ങിച്ചാൽ കുഴപ്പമില്ല. ഈ സ്റ്റിച്ച് ചെയ്ത ഗാർമെന്റ് വാങ്ങിക്കുമ്പോൾ എനിക്ക് 2-3 തവണ അബദ്ധം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പാൻസ് ഓൺലൈൻ വാങ്ങിച്ചു. നോക്കി കഴിയുമ്പോൾ അതിൻ്റെ തയ്യൽ കറക്റ്റായിട്ട് നമുക്ക് ഫിസിക്കലി ചെക്ക് ചെയ്ത് വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ
റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ഓൺലൈൻ വാങ്ങിക്കുന്നില്ല, അല്ലാത്തത് ഓൺലൈൻ വാങ്ങിക്കും. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗാർമെൻറ്റ്സ് ഇപ്പോൾ ബെഡ്ഷീറ്റ് ഓൺലൈൻ വാങ്ങിച്ചാൽ ഒരു കുഴപ്പമില്ല. ടീഷർട്ട് അതിൻ്റെ കറക്റ്റ് സൈസ് കൊടുത്താൽ കൃത്യമായിട്ട് കിട്ടും. പക്ഷേ ഇപ്പോൾ പാൻസ് പോലുള്ള സാധനങ്ങൾ, അതുപോലെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഓൺലൈൻ വാങ്ങിക്കുന്നതിൽ ഒരു തെറ്റില്ല, കാരണം അതൊക്കെ സ്റ്റാൻഡർഡൈസ്ഡ് സൈസാണ്. മറിച്ച് ഈ ഷർട്ട് പാൻറ്റ് ഇങ്ങനെയുള്ളത് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ചില അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. പക്ഷേ അതിനും ഒരു വഴിയുണ്ട്. ഇപ്പോൾ ശരിക്കുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ഷർട്ടാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ പീറ്റർ ഇംഗ്ലണ്ട് അങ്ങനെയുള്ള കമ്പനികളുടെ ആണെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റ് സൈസ് അറിയാമെങ്കിൽ അത് ഓൺലൈൻ വാങ്ങിക്കുന്നതിൽ യാതൊരു തെറ്റില്ല. പക്ഷേ നമുക്കറിയാത്ത ഒരു XYZ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സൈസ് ആയിരിക്കണമെന്നില്ല അത് എത്തുമ്പോൾ അതിലൊരു ചെറിയ അതുണ്ട്. പക്ഷേ ഇപ്പോൾ റെയ്മണ്ട്സിൻ്റെ കോട്ട് മാർക്കറ്റിൽ വാങ്ങിക്കുന്നതിനേക്കാൾ ഏകദേശം 30-40% ഡിസ്കൗണ്ടിൽ ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും. അത് വില കൂടിയ കോട്ടാണ്. അപ്പോൾ റെയ്മണ്ട്സിൻ്റെ കോട്ടിനെ സംബന്ധിച്ച് നമുക്കൊരു സംശയം വരില്ല, കാരണം അതിൻ്റെ സൈസ് നമുക്കറിയാം, സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അത് റെയ്മണ്ട്സിൻ്റെ ആയതുകൊണ്ട് ഒരു കാരണവശാലും സൈസ് മാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോകെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം സാറ് പറഞ്ഞത് നമുക്കുള്ള, അതായത് ഉപഭോക്താവിനുള്ള ഒരു ലാഭത്തെക്കുറിച്ചാണ്. അപ്പം ഇത് ഈ ഒരു ചെറുകിട ഒരു കടകളൊക്കെ നടത്തുന്ന ആളുകളെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഈ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വന്നതോടുകൂടി? വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യകാലത്തേക്ക് ഈ ഓൺലൈൻ ഷോപ്പിംഗ് മെട്രോപൊളിറ്റൻ സിറ്റീസിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മൊഫസിൽ ടൗൺസിലേക്ക് അത് ബാധിച്ചു, ടൗണുകളിലെല്ലാം കിട്ടുമെന്നായി. ഇപ്പം ഓൺലൈൻ കിട്ടാത്ത പഞ്ചായത്തുകൾ തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ എല്ലായിടത്തും, കേരളം എന്ന് പറഞ്ഞാൽ ഒരു മെഗലോപോളിസാണ്, മൊത്തം ഒരു സിറ്റി ആയിട്ട് എടുക്കാവുന്ന സ്ഥലമാണ്. കേരളത്തിലിപ്പോൾ ഓൺലൈൻ കിട്ടാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചില ഭാഗത്ത്, ഇപ്പോൾ പാലക്കാട് ചില സ്ഥലങ്ങളിൽ ചില മെഡിക്കൽ, ഇപ്പോൾ 1 മില്ലിഗ്രാമിൻ്റെ ചില മെഡിക്കൽ ഐറ്റംസ് ചിലപ്പോൾ ഇവിടെ കിട്ടിയെന്ന് വരില്ല, കോയമ്പത്തൂർ കിട്ടുന്ന പോലെ പാലക്കാട് കിട്ടില്ല. പക്ഷെ മിക്കവാറും പ്രോഡക്ട്സ് എല്ലാം പണ്ടൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അതിനകത്ത് എഴുതി കാണിക്കുന്നത് ദിസ് സർവീസ് നോട്ട് അവൈലബിൾ ഇൻ യുവർ ഏരിയ. അതൊരു പിൻകോഡ് നോക്കിയിട്ടാണ് പറയുന്നത്. അതെല്ലാം സ്റ്റോർഡ് ആണ്. അതെല്ലാം അന്ന് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനമാണ് അവർ ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ വരുന്നത് വളരെ അപൂർവമാണ്. ഇപ്പോൾ ഒരുമാതിരി എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഏത് വില്ലേജിലും, ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് പാലക്കാട് ടൗണിൽ നിന്ന് 5-8 കിലോമീറ്റർ അപ്പുറത്തുള്ള അകത്തേത്തറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എനിക്കവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാം ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ ആദ്യം ബാധിച്ചത് ചെറുകിട റീറ്റെയിലേഴ്സിനെയാണ്. വീടിനടുത്ത് മിഠായി മുട്ടസൂചിയൊക്കെ വിറ്റുകൊണ്ടിരുന്ന കച്ചവടക്കാരിൽ പച്ചക്കറി ഒഴിച്ചുള്ള ബാക്കി എല്ലാവരെയും ഇത് സ്വാധീനിച്ചു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈനിൽ കിട്ടാത്ത എന്താ ഉള്ളത്? എനിക്ക് കുറച്ച് മിഠായി വാങ്ങണമായിരുന്നു, ഞാൻ കടയിലേക്ക് പോയില്ല, ഞാൻ ഓൺലൈനിൽ പരതി ഏത് മിഠായി. ഓൺലൈനിൽ ഉള്ള ഒരു ഗുണം എന്താണെന്നറിയാമോ? ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്രാൻഡേ ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു മിഠായി വാങ്ങാൻ ഞാൻ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ബ്രാൻഡേ ഉണ്ടാവുള്ളൂ. മറിച്ച് ഓൺലൈനിൽ നോക്കിക്കഴിയുമ്പോൾ എനിക്ക് 100 ബ്രാൻഡ് കാണാം. വസ്ത്രങ്ങളിലും അത് വസ്ത്രങ്ങളിൽ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു തൊണ്ടവേദന വന്നു. തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ ഈ കോവിഡിന് ശേഷം വരുന്ന തൊണ്ടവേദനകൾ മിക്കവാറും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് പറ്റിയൊരു മരുന്നുണ്ട്, ഡോക്ടർമാർ പറയുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ 2 ആഴ്ചയായിട്ട്, കഴിഞ്ഞ ആഴ്ച തവണ ഞാൻ റെക്കോർഡിങ്ങിന് വരുമ്പോൾ ഈ തൊണ്ടയ്ക്കൊരു ഉണ്ടായിരുന്നല്ലോ, ചുമ വല്ലാതെ വരുമായിരുന്നു. അപ്പോൾ ഞാനത് കോവിഡ് സമയത്ത് ഞാൻ കണ്ടെത്തിയ ഒരു പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അണുക്കളല്ല, ഈ ചുമയുടെയും മറ്റും എല്ലാം നമ്മുടെ തൊണ്ടയിലാണ് കൂടുതൽ, വൈറസാണ് അധികവും തൊണ്ടയിലാണ്. കോവിഡ് കാലത്ത് അത് വളരെ പ്രചാരത്തിൽ വന്നിരുന്നു, വളരുന്നു. അപ്പം ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ രാത്രി കിടക്കാൻ നേരത്ത് ഈ ദന്തൽ പ്ലാക്സ്, അതായത് ഈ മൗത്ത് വാഷ് നല്ല കിട്ടാറുണ്ട്, മാക്സിലോയുടെയും കോൾഗേറ്റിൻ്റെ അതൊക്കെ കിട്ടാറുണ്ട്. മൗത്ത് വാഷ് ഇട്ട് തൊണ്ട ഒന്ന് കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് തൊണ്ടയിൽ ഗാർഗിൾ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും നമ്മുടെ തൊണ്ടയിൽ അണുബാധ ഉണ്ടാവില്ല, കാരണം അതിനകത്ത് ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്ഥിരമായിട്ട് എൻ്റെ ചുമ പൂർണ്ണമായിട്ട് പോയി. അത് കുറേ നാൾ ചെയ്യാതിരുന്നപ്പോഴാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുമ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും ഞാനത് തുടങ്ങി. കോവിഡ് സമയത്ത് ഞാനത് ചെയ്തിരുന്നത്. അതുകൊണ്ട് കോവിഡ് വരാതെ ഞാൻ പിടിച്ചു നിന്നത് ഈ ടെക്നിക്ക് വഴിയാണ്. ഇത് നാട്ടുകാർ അറിഞ്ഞോട്ടെ എന്ന് കരുതിയാണ് ഞാനിത് പറഞ്ഞത്. പലരും ഉപ്പുവെള്ളമൊക്കെ കൊള്ളാറുണ്ട്, പക്ഷേ ഉപ്പുവെള്ളത്തിന് ഈ ഇതില്ല, ഈ വൈറസിനെ കീപ്പ് അവേ ചെയ്യാനുള്ള ഈ ആൽക്കഹോളിക് കണ്ടന്റുള്ള ഈ എൻവയറമെൻറ്റിൽ വൈറസ് അത്ര പെട്ടെന്ന് പെറ്റുവരില്ല. അതുകൊണ്ട് ഇതൊരു നല്ല ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യുന്നതാണെന്ന് എനിക്കറിയില്ല. രാത്രി കിടക്കുന്നതിന് മുമ്പ് തൊണ്ടയൊന്ന് ഈ മൗത്ത് വാഷ് വെച്ച് ഗാർഗിൾ ചെയ്തിട്ട് അത് തുപ്പിക്കളയും. നമ്മൾ തുപ്പിക്കളഞ്ഞിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ മണവും അംശവും തൊണ്ടയിലുള്ളതുകൊണ്ട് രാവിലെ തൊണ്ടവേദന ഇല്ലാതെ എഴുന്നേക്കാൻ കഴിയും. അപ്പോൾ അതൊരു ട്രെയിനിങ് ആയിക്കോട്ടെ ആളുകൾക്ക്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മൗത്ത് വാഷ് തീർന്നിരിക്കുന്നു. അപ്പോൾ പിറ്റേന്ന് രാത്രിയിലേക്കില്ല, പെട്ടെന്നാണ്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഫ്ലിപ്കാർട്ട് എടുത്ത് നോക്കിയപ്പം പിറ്റേന്ന് രാവിലെ 11 മണിക്ക് ഡെലിവറി ചെയ്യും. വിലയോ 20 രൂപ കുറവും. അപ്പോൾ ഞാൻ കടയിൽ പോയി വാങ്ങിക്കണോ? ഓൺലൈൻ വാങ്ങി. അപ്പോൾ തന്നെ ഓൺലൈനിൽ ഓർഡർ കൊടുത്തു. രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത്. പിറ്റേന്ന് രാവിലെ 11 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ ഡെലിവറി ചെയ്തു. അപ്പം
ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ വീടിനടുത്തുള്ള ചെറുകിട കച്ചവടക്കാരന് കിട്ടേണ്ടിയിരുന്ന ആ പൈസ അയാൾക്ക് ഇല്ലാതാവും. ഇങ്ങനെ ഓരോരോ ഐറ്റം ഇല്ലാതാവുമ്പോൾ പിന്നെ ഇപ്പോൾ ചെറുകിട കച്ചവടക്കാർക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ സോഫ്റ്റ് ഡ്രിങ്ക് പാക്കറ്റുകൾ, ചെറിയ സ്നാക്സ്, ചെറിയ കേക്ക്, ഇങ്ങനെയുള്ള കടകളാണ്. ഇപ്പോൾ പെട്ടിക്കടകളിൽ പോയാൽ ഇതൊക്കെ ഉണ്ടാവും. മറിച്ച് മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള പോലെ സോപ്പ്, ചീപ്പ്, കണ്ണാടി, പേസ്റ്റ്, ഇതൊക്കെ അവരുടെ കച്ചവടം വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർ ചില സ്പെസിഫിക് ഏരിയയിലേക്ക് ലിമിറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ചെറുകിട കച്ചവടം തത്വത്തിൽ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നാട്ടിൻപുറത്തൊക്കെ ഇപ്പോഴും ചെറുകിട കച്ചവടക്കാരെ അധികം ബാധിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൈസ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഓർഡർ കൊടുക്കുന്നത്. അല്ലെ COD എന്ന് പറഞ്ഞ് ക്യാഷ് ഓൺ ഡിമാൻഡ് കൊടുക്കാം. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു കഴിയുമ്പോൾ അവർ വരുന്ന സമയത്ത് നമ്മൾ പൈസ ആയിട്ട് റെഡിയായി നിൽക്കണം. അതുകൊണ്ട് അത് പലരും കൊടുക്കാറില്ല. എല്ലാവരും അഡ്വാൻസ് ആയിട്ട് പൈസ അടയ്ക്കുകയാണ്. പക്ഷേ നാട്ടിൻപുറത്തെ പല കടകളും ഇപ്പം നിൽക്കുന്ന ഈ പറ്റ് സമ്പ്രദായമുണ്ട് പലയിടത്തും. ഇന്ന് പൈസ കൊടുക്കണ്ട, മാസ ശമ്പളം കിട്ടുന്ന സമയത്ത് പൈസ, ഒരുവിധം കടകളൊക്കെ ഇന്ന് നിലനിൽക്കുന്ന ഈ പറ്റ് സമ്പ്രദായത്തിൽ കൂടെ. അപ്പോൾ ഒരു മാസത്തേക്ക് അവർക്ക് തുടരാൻ കഴിയും. അത് ഇതിന് കിട്ടില്ല, ഓൺലൈനിൽ കിട്ടില്ല. രണ്ടാമത് ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു രീതി, ഈ വലിയ മാളുകൾ വരുന്നുണ്ട്. ഈ വലിയ മാളുകളിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാവും. അപ്പോൾ മാളുകളിൽ കയറി കഴിഞ്ഞാൽ അവർ അതിൻ്റെ MRP-യേക്കാൾ കുറച്ച് കൊടുക്കും. ഇപ്പോൾ 5%, 10% ഒക്കെ MRP-യേക്കാൾ കുറച്ച് കൊടുക്കുന്ന വലിയ മാളുകളുണ്ട്. പക്ഷേ ചില സാധനങ്ങൾ എന്നിട്ട് അവർ ബില്ല് തരുമ്പോൾ അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, ടോട്ടൽ ഡിസ്കൗണ്ട് അവൈൽഡ് 500 rupees എന്നുവെച്ചാൽ MRP എന്നുള്ളതാണ്. ഈ റീറ്റെയിൽ കടകളിൽ ഈ MRP കുറവുള്ളതുണ്ടാവില്ല. മറിച്ച് ഓൺലൈനിൽ ഇതിനേക്കാൾ കുറവായിരിക്കും ചിലപ്പോൾ. കാരണം ഓൺലൈന് ഈ ടാക്സ് അങ്ങനെ അധികം വരുന്നില്ല, അതുപോലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജ് വരുന്നില്ല, കടവാടക വരുന്നില്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ തന്നെയാണ് എപ്പോഴും മെച്ചപ്പെട്ടത്. ഈ മാളുകളെക്കാളും ലാഭമാണ് സാമ്പത്തികമായിട്ട് നോക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് വൻകിട കച്ചവടക്കാരെയല്ല, ചെറുകിട കച്ചവടക്കാരെയാണ് ഒന്ന്. രണ്ടാമത് ഈ വൻകിട മാളുകളിലേക്ക് പോകുന്നവർ സാമ്പത്തികമായിട്ട് മേളിൽ നിൽക്കുന്നവരായിരിക്കും. സാധാരണക്കാർ ഒരുപാട് മാളിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ ലുലു മാളിലേക്ക് ഒരുപാട് സാധാരണക്കാർ പോകാറുണ്ട്. പക്ഷെ അവർ സാധനം വാങ്ങാനല്ല പോകുന്നത്, ആ മാള് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് ഈ ചെറുകിട കച്ചവടക്കാരെയാണ്. ഇപ്പോൾ ഓൺലൈനിൽ പച്ചക്കറി തന്നെ, ഇപ്പോൾ എൻ്റെ മകള് കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. എല്ലാം പച്ചക്കറി ഉൾപ്പെടെ എല്ലാം ഓൺലൈനിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ പാലക്കാട്ടിൽ പച്ചക്കറി ഓൺലൈനിൽ വരുന്ന സിസ്റ്റം അത്ര ശക്തമായിട്ടില്ല. ഇപ്പോൾ പച്ചക്കറി വേണ്ടല്ലോ, ഇപ്പോൾ സ്വിഗ്ഗിയിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് അങ്ങ് വീട്ടിലെത്തില്ല. അതുകൊണ്ട് പിന്നെ പച്ചക്കറിയുടെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അത് മാറി വരിക. നമ്മൾ ജീവിത രീതി മാറുന്നതിനനുസരിച്ച്, മലയാളിയുടെ ജീവിത രീതി അഫോർഡബിലിറ്റി മാറുന്നതിനനുസരിച്ച്. പിന്നെ മറ്റൊന്ന്, ലോകത്ത് തന്നെ ഏറ്റവും ഡിജിറ്റൽ ഫിനാൻസ് ഡീലിംഗ് നടക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇത് പലർക്കും അറിയുമെന്നറിയില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഫിനാൻസ്. ഇപ്പം ഞാൻ പല വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ ഈ ഗൂഗിളിൽ കൊടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലൊരു QR കോഡ് കൊടുക്കാനോ അവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാർഡ് സ്വൈപ്പിംഗ് ആണ്. ലേറ്റസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടി നമുക്ക് ഈ QR കോഡിൽ പേ ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് എനിക്ക് തോന്നാറ് നമ്മുടെ ഇന്ത്യയാണ് ബെറ്റർ. അപ്പം ഞാനിതിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പേയ്മെന്റ് നടക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മുന്നിലായി കഴിഞ്ഞു, പുറകിലല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡറുകളെല്ലാം നമുക്ക് മൊബൈലിൽ കൂടി കൊടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പ് 1-2 ഉണ്ടാവും. എല്ലാവരും ഇപ്പോൾ ഗൂഗിൾ പേയോ പേടിഎമ്മോ അങ്ങനെ ഉപയോഗിക്കാത്ത ആരുമില്ല. ഇപ്പോൾ അത് കൂടാതെ ഇന്ത്യയിലെ മിക്കവാറും ബാങ്കുകൾക്ക് പേയ്മെന്റ് ആപ്പുണ്ട്. പല വിദേശ രാജ്യങ്ങളും ഇതിനെ പരിപോഷിപ്പിക്കാറില്ല. എന്താ കാര്യമെന്ന് എനിക്കറിയില്ല. ഇന്റർനാഷണൽ ബാങ്ക്സിനുള്ളതിനേക്കാൾ കൂടുതൽ പേയ്മെന്റ് ആപ്പ് ഉള്ളത് ഇന്ത്യൻ ബാങ്കുകൾക്കാണ്. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ തന്നെ പല ബാങ്കുകളുടെ പേയ്മെന്റ് ആപ്പ് ഉണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ഇന്ത്യൻ ബാങ്കിൽ നിന്നോ കാനറ ബാങ്കിൽ നിന്നോ സ്റ്റേറ്റ് ബാങ്കിൽ നിന്നോ പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ ആപ്പ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്താൽ മതി. അതിൻ്റെ കോഡൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. ഈ എന്തുകൊണ്ടോ ഈ പൈസ പറ്റിച്ചെടുക്കുന്ന ഏജൻസികളുണ്ടല്ലോ, അവർക്ക് ഈ ആപ്പൊന്നും ഇതുവരെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവരെ ആളുകൾ പറ്റിച്ചാണ്. ഇപ്പോൾ അവരുടെ OTP കോഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇപ്പോഴും ഈ തട്ടിപ്പ് നടക്കുന്നത്. അല്ലാതെ ഈ ആപ്പുകളൊന്നും ഇപ്പോഴും ബ്രേക്ക് ചെയ്തെടുക്കുന്നതായിട്ട് എവിടെയും വാർത്തകൾ വന്നിട്ടില്ല. അതൊക്കെ ഇപ്പോഴും സേഫാണ്. ഇപ്പോൾ OTP ഉപയോഗിച്ച് നമ്മൾ പേ ചെയ്ത് നമ്മുടെ മൊബൈൽ വേറെ ആളുടെ കിട്ടിക്കഴിഞ്ഞാൽ പോയി. അങ്ങനൊരു റിസ്ക് അതിലുണ്ടെന്ന് മാത്രം, അല്ലെങ്കിൽ അതത്ര റിസ്ക് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓൺലൈൻ കച്ചവടത്തിന് അത് കൂടുതൽ സഹായകരമാകും. അപ്പോൾ ഭാവിയിൽ ഇത് കൂടുതൽ ഫ്ലറിഷ് ചെയ്യും. പിന്നെ വെറൈറ്റിയാണ് വേറൊരു കാര്യം. ഒരു ചെറിയ സാധനം തന്നെ, ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എനിക്ക് ഇത്തിരി വലിയ ഒരു നെയിൽ കട്ടർ വേണമായിരുന്നു. ഞാൻ പാലക്കാടുള്ള എല്ലാ കടകളിലും അന്വേഷിച്ചു, കിട്ടിയില്ല. പാലക്കാട് സ്റ്റേഷനിൽ വിൽക്കുന്ന വലിയ കടകൾ 4-5 പോയി. അവിടെ സാധാരണ നെയിൽ കട്ടറേ ഉള്ളൂ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഫ്ലിപ്കാർട്ടിൽ നോക്കി. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വലിയ ടൈപ്പ് നെയിൽ കട്ടർ 4-5 വെറൈറ്റി ഉണ്ട്, ഈ കാലിലെ നഖം വെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കംഫർട്ട് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് മറ്റെവിടെയും കിട്ടാത്ത ഒരു പ്രോഡക്റ്റ്
നമുക്ക് വാങ്ങാൻ കഴിയുക, ഓൺലൈൻ ഷോപ്പിങ്ങിനുള്ള. അപ്പോൾ നമ്മുടെ മുന്നിൽ ലോകം മൊത്തം തുറന്നു വെക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ കച്ചവടം ഇനിയും കൂടും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 2030 3.25 ലക്ഷം കോടി വിറ്റഴിക്കപ്പെടും എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ ഇരട്ടി കൂടുതൽ വിറ്റഴിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം തന്നെ എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ ആദ്യകാലത്തൊക്കെ ഓൺലൈനിൽ വളരെ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഏകദേശം ഒരു 5 ലക്ഷം രൂപയുടെ പർച്ചേസ് ഓൺലൈനിൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? കമ്പ്യൂട്ടർ ഉൾപ്പെടെ. അപ്പോൾ ട്രെൻഡ് മാറുന്നു. ഇത് മറ്റുള്ളവരിൽ ഇതേ മാറ്റം വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം നമുക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാം, കൂടുതൽ കംഫർട്ട് ഉണ്ട്, കൂടുതൽ കൺവീനിയൻസ് ഉണ്ട്. പിന്നെ ഒരേ ഒരു കാര്യമുള്ളൂ, ഞാൻ ഭയക്കുന്ന ഒരു കാര്യം, ഇതൊരു മോണോപ്പൊളിയായി മാറിക്കഴിയുകയും ചെറുകിട കച്ചവടക്കാർ ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്തു കഴിയുമ്പം ഈ മോണോപ്പൊളി, ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ജിയോയുടെ പേയ്മെൻറ്റ്, ജിയോ സിം നമ്മൾ എടുക്കുന്ന സമയത്ത് ഫ്രീ ആയിരുന്നു കുറച്ച് കാലത്ത്. അത് കഴിഞ്ഞാൽ നോമിനൽ ചാർജ് വന്നു. ഇപ്പം ജിയോ ഒരു വർഷത്തേക്ക് ഒരു 1.5 അല്ലെ 2 GB ഡേറ്റയോടുകൂടി റീചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 3500-4000 രൂപ റേഞ്ച് വരും. ഇപ്പോൾ അതിനേക്കാൾ കുറവാണ് BSNL. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയാണ് ഈ മോണോപ്പൊളി ഇഫക്റ്റ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആപ്പുകൾ, ഇപ്പോൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ ഒക്കെ, അവർ വളരെ സ്ട്രോങ് ആയി വരികയും ഈ ചെറുകിട കച്ചവടക്കാരെ ഇല്ലായ്മ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പിന്നെ കോമ്പറ്റീഷൻ ഇല്ല, അവർക്കൊരു മോണോപ്പൊളി വരും. അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ആൻറ്റി മോണോപ്പൊളി ആക്ട് ഉണ്ട്. അവിടെ കർശനമായ നിയമങ്ങളുണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ. പക്ഷേ ഇവിടെ ആൻറ്റി മോണോപ്പൊളി ആക്ട് അത്ര ശക്തമല്ല. അപ്പോൾ അവർ മോണോപ്പൊളൈസ് ചെയ്യുകയും ആളുകളുടെ നിന്ന് കൂടുതൽ പിന്നീട് ഈടാക്കാനുള്ള ഒരു സാധ്യത, ഇപ്പം ജിയോ ചെയ്തതുപോലെ സാധ്യതയും വന്നു കഴിയുമ്പോൾ അത് അപകടകരമായി മാറും. ആ ഒരു അപകടമേ ഞാനിത് കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴും ഓൺലൈൻ വളരെ സുഖമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. സമയം പോകുന്നതൊന്നും അറിയാതെ തന്നെ. അപ്പം താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.